കൂട്ടുകാർക്കും എൻ്റെ ഒരു മറ്റൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ ജീവിതത്തിൽ വില്ലനായിട്ട് വന്ന ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് കാർഡുകൾ, അതായത് ലൈവായിട്ട് തന്നെ നമുക്ക് നോക്കാം. കാർഡുകൾ എടുത്ത് നോക്കാം, എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്ന ആ ഒരു വ്യക്തി ഇപ്പോഴെന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. ടാരോട്ട് റീഡിങ്ങിന് ഒരു നിർദ്ദേശമായിട്ട് മാത്രം കാണുക. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങളെ ചതിച്ചിട്ട് പോയ ആ ഒരു തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അകറ്റി നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കിയ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് നോക്കാം. അത് ആരായിക്കോട്ടെ നമുക്ക് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയൊക്കെയാണ് നമ്മൾ ഈ ഒരു കാർഡ് റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ മുഖമൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. പ്രാർത്ഥിച്ചതിന് ശേഷം കാണുക. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയെന്ന് നോക്കാം. നമുക്ക് കാർഡുകളൊന്ന് എടുത്ത് നോക്കാം. കാർഡുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഐസൊലേഷനിലാണ് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു ധാരണ ലഭിക്കുന്നില്ല. കാര്യം ഇപ്പോൾ അവർക്ക് എന്താണോ ചെയ്യുന്നത് അവർക്ക് അങ്ങനെ ഒരു കൃത്യമായ ഒരു ധാരണ ലഭിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെല്ലുവിളികളാണ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ആ ഒരു നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ല രസത്തിലല്ല അവർ പോകുന്നത്, നല്ല രമ്യതയിലല്ല പോകുന്നതെന്നാണ് കാണിക്കുന്നത്. എന്നും തല്ലും വഴക്കുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ കാർഡും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. അവർക്ക് അവരുടെ മനസാക്ഷിയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിലും. എന്ത് തീരുമാനമെടുക്കണം എന്ന് അവർക്കറിയില്ല, അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രത്തോളം ഒരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി കടന്നു പോകുന്നത്. അല്പം തിടുക്കം കാണിച്ചോ, അതായത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയതിന് അല്പം തിടുക്കം കാണിച്ചതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെയറിംഗ് കാർഡൊക്കെ വന്നതുകൊണ്ട് തന്നെ അവർ കമ്പയർ ചെയ്യുന്നുണ്ട് രണ്ട് സാഹചര്യത്തിൽ. നിങ്ങളെ അവരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി തന്നെ ഒരു അസൂയയൊക്കെയുള്ളൊരു വ്യക്തിയായിട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും ഇവിടെ കുറേ ഒരു ക്ലാരിറ്റി, അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിലൊട്ട് ഹാപ്പിയല്ല. ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിലവിലത്തെ ബന്ധത്തിലൊട്ട് ഹാപ്പിയല്ല എന്നാണ് കാണിക്കുന്നത്. അവരൊരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാർഡുകളാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ഒരു അഡ്വഞ്ചർ കാർഡിലൂടെ വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി
നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ആഴത്തിലുള്ളൊരു ബന്ധമൊന്നുമില്ല. അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഒബ്സഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നതായിട്ടാണ്, ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ടൈം പാസ് ആണെല്ലാം. നിങ്ങളുടെ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻ്റ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അതായത് നല്ലൊരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന നിലയിലാണ് അവർ ആ ഒരു തേർഡ് പാർട്ടിയെ കണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവർക്കിതൊരു ടൈം പാസ്സാണ്. അവർക്കൊരു രസമാണ് ഇതൊക്കെ. മറ്റുള്ളവരുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണുമായിട്ട് അവരൊരു ലൈഫ് ലോങ് ഒരു ജീവിതമൊന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഓവർ കെയർ ചെയ്തൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അവരതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞൊരു സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഭവിഷ്യത്തുകളൊന്നും അവർ മുന്നോട്ട് നോക്കുന്നില്ല. അവരുടെ ജീവിതം തേടി അവർ പുതിയൊരു വ്യക്തിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വ്യക്തിയെ കണ്ടെത്തിയതായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരതുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ അവർക്ക് വേണ്ട എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇപ്പം വേറൊരു വ്യക്തിയും കാണാം, ഇവരും കാണും. അപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ എനിക്ക് വന്നത്. തീർച്ചയായിട്ടും അവർ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അവരൊരു അബദ്ധം പറ്റിയോ അവർക്കെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു വ്യക്തിക്ക്, തേർഡ് പാർട്ടിക്ക്, അതായത് നിങ്ങളുടെ പേഴ്സണെ അവർ തിരഞ്ഞെടുത്തതിൽ ഒരു തെറ്റ് പറ്റിയോ എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. കാര്യം അവരൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു സ്നേഹത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. അതായത് നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അവരോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനൊന്നും പ്രാധാന്യം കൊടുക്കാത്തൊരു വ്യക്തിയാണ്. അവർക്ക് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരിതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലൊന്നും അവർക്ക് ആഗ്രഹമില്ല. അവർക്കിപ്പോൾ ഒരു പാഷനില്ല. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു ഒറ്റയ്ക്ക് അവരിങ്ങനെ ഫ്രീ ബേഡായിട്ട് നടക്കാനാണ് അവർക്ക് ആഗ്രഹം. അവർക്കിങ്ങനെ ഒരുപാട് പേര് കൺട്രോൾ ചെയ്യുന്നതൊന്നും അവർക്കിഷ്ടമില്ല. അവർക്ക് അവരുടെ ഫീലിങ്സൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ വ്യക്തി അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇല്ലേ. അപ്പം അതൊന്നും അവർക്കൊട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അവർക്ക് നിങ്ങളുടെ വ്യക്തിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു കമ്പാരിസനൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെയും അവരെയും തമ്മിൽ, അതായത് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോകുന്നതിൽ ഒരു അസൂയ, നിങ്ങളുടെ ഹസ്ബൻഡിനെ അവർ ട്രാപ്പ് ചെയ്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ ട്രാപ്പ് ചെയ്തെടുത്തൊരു വ്യക്തിയാണ്. അവർ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഇത് വരുമെന്ന്. ഒരു കുടുംബജീവിതം ആകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് വരും. എപ്പോഴും ഒരുമിച്ചൊക്കെ താമസിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്കുകൾ. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡും അല്ലെങ്കിൽ വൈഫും നിങ്ങളുടെ പേഴ്സണും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലൊരു കലഹമായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തൊക്കെയോ ഒരു ഫാൻറ്റസീസ് ഒക്കെയാണ് അവരുടെ മനസ്സിൽ. ഒരു ചെറിയൊരു ഇൻഫാക്ച്വേഷൻ പോലെയാണ്. പക്ഷേ ഇങ്ങനെ ആകുമെന്ന് അവർ പോലും കരുതിയില്ല ഇങ്ങനെ ഈ ഒരു ബന്ധം ഇങ്ങനെ അവസാനിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിൽ നിന്ന് പുറത്ത് കടന്ന് അവരുടേതായ ലോകത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആ ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പോട് കൂടി മുന്നോട്ട് പോകണമെന്നൊന്നും ആ ഒരു തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല.
അവർ പുതിയ ഏതോ ഒരു വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെയും നിങ്ങളുടെ ഹസ്ബൻഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. അവർക്ക് ഭയങ്കര ദേഷ്യമാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത്. കാര്യം നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായിട്ടാണ് അവരെ ഇഷ്ടപ്പെട്ടത്, പക്ഷേ അത്രത്തോളം ഒരു ആത്മാർത്ഥതയൊന്നും അവർക്ക് ആ ഒരു വ്യക്തിയോട് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീഡമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് ഒരു സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്ത് കിടന്ന് ഫ്രീ ആയിട്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നിമിഷം അവർക്കിപ്പോൾ ഒരു പാഷനില്ല ജീവിതത്തെപ്പറ്റി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ തളച്ചിടപ്പെടുമെന്നൊന്നും അവർ കരുതിയില്ല. ഇപ്പോൾ അവർ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാകും. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ചെയ്തതുപോലെ അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കി കാണും നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണർ. അതൊന്നും അവർക്ക് ഇഷ്ടമില്ല. അത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാനൊന്നും അവർക്ക് പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രീ ബേഡായിട്ട് അവരൊരു ഫ്രീ തിങ്കിങ് ഉള്ളൊരു വ്യക്തിയാണ്. അവരും പോലും വിചാരിച്ചില്ല, അതായത് നിങ്ങളുടെ പേഴ്സണെയൊക്കെ തട്ടിയെടുത്ത് സമ്മതിച്ചു, അത് അവരുടെ ഭാഗത്തൊരു റിഗ്രറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നൊന്നും അവർ വിചാരിച്ചിരുന്നില്ല. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അറിയാതെ അവരുടെ ലൈഫിലൊന്നും നടക്കാൻ അവരെ എപ്പോഴും വാച്ച് ചെയ്യും, അവരെ എവിടെ പോയെന്ന് തിരക്കും, കോൾ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും അവരെവിടെ അതൊന്നും അവർക്ക് ഇഷ്ടമില്ല. എല്ലാം ആ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് അറിയണം അവരെവിടെ പോയി ഇവിടെ പോയി. അതൊന്നും അവർക്ക് ഒരിക്കലും പിടിക്കാത്ത കാര്യമാണ്. നിങ്ങളുടെ അടുത്തും അവർക്ക് അങ്ങനെ ആയിരിക്കാം, അവർക്ക് എവിടെയും പോകാം, പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്, തേർഡ് പാർട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ. അപ്പോൾ അവർ തമ്മിലൊരു മാനസിക ഐക്യം ഇല്ല എന്നാണ് കാണുന്നത്. അവർക്കിതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നാണ് ആ ഒരു തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ന ഒരു പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതവരെ ഒരുപാട് ഭ്രാന്തി പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ മനസ്സിനെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അവരാഗ്രഹിച്ച തരത്തിലുള്ളൊരു സുഖവും സമാധാനവും ഒന്നും കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു കൗതുകമായിട്ടാണ് അവരെടുത്തിരുന്നത്. പിന്നെയാണ് ഒരു ജീവിതത്തിലേക്ക് കടന്നു, രണ്ടുപേരും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം അവരും മനസ്സിലാക്കുന്നത്. അതായത് പഞ്ചാര അടിച്ച് നടന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പറയുന്നു, ഒരു സ്നേഹവാക്കുകളൊക്കെ പറയുമായിരുന്നു നിങ്ങളുടെ വ്യക്തി അവരുടെ അടുത്ത്. പക്ഷെ പിന്നെ ഒരു ജീവിതം തുടങ്ങിയപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെയൊന്നും അല്ല, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫേസ് അവർ തിരിച്ചറിയാൻ തുടങ്ങിയത്. നിങ്ങൾ സഹിക്കുന്ന പോലെ അവർക്ക് സഹിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പം. അതായത് നിങ്ങൾ സഹിക്കുമായിരിക്കും, കാര്യം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും. പക്ഷേ അവർക്കത് സഹിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ഫീലിങ്സാണ് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവർ. ഇപ്പോൾ ജീവിതത്തിൽ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കാര്യം ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശരി എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ആ ഒരു വ്യക്തി ബർഡനാണ്, അനുഭവിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഓവർ കൺട്രോളിങ് നേച്ചറൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം എൻഡ് ആവുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു രീതി കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാ നമ്പറും ഇറക്കാം, അതുപോലെ വേറൊരു വ്യക്തിയുടെ അടുത്ത് ഇറക്കിക്കഴിഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണിങ് ആയിട്ടൊരു വ്യക്തിയാണ്. തീർച്ചയായും അവർക്കൊരു മാരേജിലൊന്നും അവർ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. അവർക്ക് ഇങ്ങനെ ലീവിങ് ടുഗദർ പോലെ കുറച്ച് നാൾ താമസിച്ച് ഇവിടം വിട്ട് വേറൊരു കൂടി തേടിപ്പോകാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പം വേറെ എന്തൊക്കെയോ പ്ലാൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ മനസ്സിൽ. ഇപ്പോൾ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ വേറൊരു വ്യക്തിയെ അവർ കണ്ടുമുട്ടിയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടിയുടെ ബന്ധം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും അവർക്ക് ഈ ഒരു ഇത്രയും അവരെ കൺട്രോൾ ചെയ്യുന്നവർക്കത് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ റീഡിങ് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രകാശമാകാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്താം, വീണ്ടും ഒരു റീഡിങ്ങിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.